ഒരു വാട്സപ്പ് ബിസിനസ് API എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് വേണം. ആ പേജിനകത്ത് നിങ്ങൾ ഒഫീഷ്യൽ അഡ്രസ്സ്, നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ ബിസിനസ് ഇൻഫർമേഷൻ എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കണം. രണ്ടാമത് വെബ്സൈറ്റ് വേണം. വെബ്സൈറ്റിനകത്തുള്ള അഡ്രസ്സും ഫേസ്ബുക്ക് പേജിനകത്തുള്ള അഡ്രസ്സും സെയിം ആയിരിക്കണം. അതിനകത്തുള്ള നമ്പേഴ്സ്, മൊബൈൽ നമ്പർ, കോൺടാക്ട് നമ്പർ, ഈ സാധനമൊക്കെ സെയിം ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു ലീഗൽ എൻറ്റിറ്റി വേണം. അതായത് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP അല്ലെങ്കിൽ GST നമ്പർ, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല്, എന്തെങ്കിലും ഒരു ലീഗൽ സാധനം വെച്ചിട്ട് വേണം അപ്രൂവൽ എടുക്കാൻ. ഫേസ്ബുക്ക് പേജ് അപ്രൂവൽ ഇനിഷ്യലി നമുക്ക് എടുക്കണം. അതിനുശേഷം ബിസിനസ് അപ്രൂവൽ എടുക്കണം. ഈ ബിസിനസ് അപ്രൂവലിനാണ് നേരത്തെ പറഞ്ഞ LLP അഗ്രിമെന്റോ അല്ലെങ്കിൽ GST സർട്ടിഫിക്കറ്റോ കൊടുക്കേണ്ടത്. ഈ 2 വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഈ വാട്സപ്പ് നമ്പർ ഓൺബോർഡ് ചെയ്യാന്നുള്ളത്. ഇത് 2 അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമ്പർ ആഡ് ചെയ്യാനുള്ള വിൻഡോ നമുക്ക് ഫേസ്ബുക്കിനകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോം ഫ്ലോഫ്ലെക്സിനകത്ത് നമുക്ക് ഒരു ഓൺബോർഡിംഗ് വിൻഡോ ഉണ്ട്. അതിനകത്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ OTP വരും, റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ ആവും. ഈ നമ്പർ മുന്നെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ 1000 മെസ്സേജസ് ഒരു ഡേ അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം റീസെന്റ് ആയിട്ട് 250 മെസ്സേജ്, 250 മെസ്സേജസ് പെർ ഡേ എന്നുള്ള ലിമിറ്റിലാണ് ഫസ്റ്റ് ഡേ തന്നെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഇന്ന് നമ്പർ ഓൺബോർഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് 250 അയക്കാൻ പറ്റും. അതൊരു നെക്സ്റ്റ് 7 ഡേയ്സിൽ മോണിറ്റർ ചെയ്യും. അതിന്റെ ഉള്ളിൽ ഒരു 1000 യൂണീക് കസ്റ്റമേഴ്സിന് നമ്മൾ മെസ്സേജ് അയക്കാൻ വിചാരിച്ചോളി. 1000 യൂണീക് കസ്റ്റമേഴ്സ് നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അത് 250 1000 ആവും. എഗെയിൻ 1000 എന്നുള്ള സ്ലാബ് അടുത്ത് 10,000 ആവും. എഗെയിൻ ഈ 1000 അടുത്ത സൈക്കിള് 1000 യൂണീക് കസ്റ്റമേഴ്സ് പുതിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ അത് 1000, 10,000, 1 lakh, 100,000 ആ ഒരു പിന്നെ കയറി പോകും. ഇതുപോലെ തന്നെ ഒരു നമ്പർ പോലെ തന്നെ മൾട്ടിപ്പിൾ നമ്പർ ആഡ് ചെയ്യാം. അത് ഫേസ്ബുക്കിനകത്ത് 10 നമ്പർ വരെ ഇനിഷ്യലി ആഡ് ചെയ്യാം. സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് 25 നമ്പർ വരെ ആഡ് ചെയ്യാൻ പറ്റും. ഈ നമ്പർ ഈവൻ ദ മൾട്ടിപ്പിൾ നമ്പർ ഉണ്ടെങ്കിലും കസ്റ്റമർ റിസീവ് ആക്കുക നിങ്ങളുടെ പേരിലായിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും Amazon നിന്നും അല്ലെങ്കിൽ HDFC ബാങ്കിലൊക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് HDFC ബാങ്ക് ഒരു ബ്ലൂ ടിക്ക് മാർക്കിങ് കാണുന്നുണ്ടാവുക അല്ലേ? അപ്പൊ ആ നെയിമേ കാണുന്നുണ്ടാവുള്ളൂ കസ്റ്റമർ. നമ്പർ ഉള്ളിലുണ്ടെങ്കിലും അത് കൺസേൺ അല്ല. അപ്പോൾ ഡിഫറെന്റ് നമ്പർ നിന്ന് അയച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഏത് നമ്പർ നിന്ന് അയച്ചു കഴിഞ്ഞാലും നിങ്ങളെ ബ്രാൻഡ് നെയിം ആയിരിക്കും കസ്റ്റമർ കാണുന്നുണ്ടാവും. അത് ഭയങ്കര സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇൻ ദ സെൻസ് ലൈക്ക് അത് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ. ഇപ്പൊ നിങ്ങൾ ഒരു നമ്പറിൽ നിന്ന് ഇന്നൊരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, നാളെ വേറെ നമ്പറിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, കസ്റ്റമർ നമ്പർ സേവ്ഡ് അല്ല ഈവൻ ദോ. അപ്പോൾ പിന്നെ ഒഫീഷ്യൽ ആക്കുന്ന സമയത്ത് അതിനൊരു ജെന്യൂനിറ്റി, ഒരു ട്രസ്റ്റ് ഉണ്ട് ആക്ച്വലി.